റോമാലേഖനം നമ്മൾ പഠിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ അതിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ നിന്നുള്ളതാകുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. പ്രധാനമായിട്ട് ചിന്തിച്ച വിഷയങ്ങളെല്ലാം ആവർത്തിപ്പാനോ എടുത്തു പറയുവാനോ ഉള്ളതാകുന്ന സാവകാശം നമുക്കില്ല. ഒന്നാമതായിട്ട് പൗലോസ് തന്നെ പരിചയപ്പെടുത്തുകയും ആ കൂട്ടത്തിൽ താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകുകയും ചെയ്യുന്നു. അതിൻ്റെ ശേഷം അതാണ് 6 വരെയുള്ളതാകുന്ന അധ്യായങ്ങളിൽ വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ ശേഷം 7 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ 7 മുതൽ അതിൻ്റെ 13 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ പൗലോസ് റോമിലുള്ളതാകുന്ന വിശുദ്ധന്മാരുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ തനിക്ക് മുഖപരിചയമില്ലാത്തതാകുന്ന അനേക വിശുദ്ധന്മാരുണ്ട്, അവരുമായിട്ട് തൻ്റെ ആഗ്രഹത്തെയും തൻ്റെ പ്രാർത്ഥനയെയും അവിടെയുള്ളതാകുന്ന വിശുദ്ധന്മാരെ താൻ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ പൗലോസ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു 8-ാം വാക്യത്തിൽ അവിടെയുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി താൻ നിരന്തരമായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 9-ഉം 10-ഉം വാക്യങ്ങളിൽ ആ വിശുദ്ധന്മാരെ ഓർത്ത് താൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തനിക്ക് അവിടെ കടന്നു വരുവാനുള്ളതാകുന്ന വഴി ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം നിരത്തി തരേണ്ടതിനായിട്ട് താൻ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയെ നമ്മൾ അല്പം വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആ വിഷയം മാത്രമാണ് നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. വിശേഷിച്ച് ഈ പ്രാർത്ഥന എങ്ങനെയാണ് ദൈവം അതിൻ്റെ മറുപടി നൽകിയതെന്നൂടെ നമുക്ക് ചിന്തിപ്പാൻ, വിശേഷിച്ച് റോമാലേഖനത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നുമൊക്കെയുള്ള ആ വാക്യങ്ങളുടെ അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായിരുന്നു, പൗലോസിന്റെ താല്പര്യങ്ങൾ എന്തായിരുന്നു, തൻ്റെ താല്പര്യങ്ങൾ ഫ്രസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാകുന്ന ഇച്ഛാഭംഗമോ സന്തോഷമില്ലായ്മയോ ഒന്നും തന്നെ ഈ അപ്പോസ്തലനിൽ ഇല്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമെന്നുള്ളത് എപ്പോഴും താൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അത് പൂർണ്ണതയുള്ളതാണ്, അത് പ്രസാദകരമാണ്, അത് ഏറ്റവും നല്ലതാണ്. ഗുഡ്, പെർഫെക്റ്റ് ആൻഡ് പ്ലീസിങ് വിൽ ഓഫ് ഗാഡ്. അതുകൊണ്ട് തന്നെ യാതൊരു ഇച്ഛാഭംഗവും തൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നില്ലല്ലോ എന്നുള്ളതാകുന്ന ചിന്തകളോ അങ്ങനെയൊന്നും തൻ്റെ വാക്കുകളിൽ കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകാൽ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിത്ത് ദ ബെനിഫിറ്റ് ഓഫ് ഹൈൻസൈറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളത് അന്ന് ആ സമയത്ത് തനിക്കൊരു പക്ഷേ മനസ്സിലായി കാണത്തില്ല. എങ്കിലും തനിക്ക് ദുഃഖവും പ്രയാസവും പരാതിയൊന്നും ഇല്ല എന്നുള്ള വിഷയമാണ് നമ്മൾ കണ്ടത്. കാരണം താൻ അടിയുറച്ചു വിശ്വസിച്ചിരുന്നു ദൈവത്തിൻ്റെ ഹിതം സമ്പൂർണമാണ്, അത് വളരെ പെർഫെക്റ്റ് ആണ്, അത് നന്മയുള്ളതാണ്, അത് പൂർണ്ണ പ്രസാദമുള്ളതാണ്. ആ ഒരു ചിന്ത തന്നെ ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകാൽ ചിന്തിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഈ 10-ാമത്തെ വാക്യത്തിലുണ്ട്. എങ്കിലും അത് ഇപ്പോൾ നമ്മൾ പരാമർശിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം ആ വിഷയം നമ്മൾ ഈ അധ്യായങ്ങൾ പഠിച്ച് 11-ാമത്തെ അധ്യായം കഴിയുമ്പോൾ 12-ാമത്തെ അധ്യായത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത് വീണ്ടും നമ്മൾ വിശദമായി ചിന്തിക്കുന്നതാണ്. ഇവിടെ പൗലോസ് പറയുന്നു, അങ്ങനെ ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ എനിക്ക് സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി. അപ്പോൾ പൗലോസിന്റെ ചിന്തയിൽ തൻ്റെ ആത്മാവിൽ താൻ ദൈവത്തെ ആരാധിക്കുന്നത് തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണമാണ്
തൻ്റെ ആരാധനയെന്ന് പൗലോസോട് പറയുക. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. കാരണം നമ്മുടെ ഇടയിൽ ആരാധനയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റായ ചിന്തകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഈ ഭാഗങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് താഴോട്ടുള്ളതാകുന്ന വിഷയങ്ങൾ അല്പം വിശദീകരിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഈ മുൻപോട്ടുള്ള വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. മൂന്നാമതായിട്ട് 1 അവർക്ക് വേണ്ടി താൻ സ്തോത്രം ചെയ്യുന്നു, 2 താൻ പ്രാർത്ഥിക്കുന്നു, 3 അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ളതാകുന്ന വിശുദ്ധന്മാരെ കാണുവാനായിട്ട് താൻ വളരെ വാഞ്ചിക്കുന്നു എന്ന് പൗലോസ് താൻ അവരോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും പൗലോസ് പറയുന്നുണ്ട്. തൻ്റെ താല്പര്യം എന്താണ്? 11ഉം 12ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിനും 1 that I may impart some spiritual gifts to you. ഇവിടെ പൗലോസ് പറയുന്ന ഇങ്ങനെ, that I may impart to you some spiritual gift to make you strong. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി, നിങ്ങളെ സ്ട്രോങ് ആക്കുവാനായിട്ട് ചില ആത്മീക വരങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ടതിനും. അവിടെ ആ പദപ്രയോഗം ഒരല്പം നമ്മൾ ശരിയായ നിലയിൽ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അല്പം തെറ്റായി ധരിപ്പാനുള്ള സാധ്യതയുണ്ട്. പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് നിശ്ചയമായിട്ടും ആത്മീക വരം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് കൃപാവരങ്ങളെ കുറിച്ചല്ല താൻ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരിക്കലും വി ഷുഡ് ഗിവ് ഹിം എ സെൻസ് ഓഫ് കൺസിസ്റ്റൻസി. കാരണം ഒരിക്കൽ പറഞ്ഞത് പിന്നെ കോൺട്രഡിക്റ്റ് ചെയ്തൊരിക്കലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയില്ല. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ വളരെ വ്യക്തതയോടെ എംഫസൈസ് ചെയ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കൃപാവരങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവവും യേശു കർത്താവും അതത് സമയത്ത് ആ ദൈവത്തിന് തിരു ഇഷ്ടമാകുന്നതുപോലെ ഓരോരുത്തന് കൊടുക്കുകയാണ്. അപ്പോൾ ദൈവമാണ് ആത്മീക കൃപാവരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ നൽകുന്നത്. അങ്ങനെ ദൈവം നൽകുന്ന ദാനങ്ങളെ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് താൻ അവകാശപ്പെടുകയല്ല എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയം തന്നെ. കാരണം താൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപാദാനമാണ്. എന്തിനേറെ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് സംശയം തോന്നുന്ന ഒരു വാക്യം തിമോത്തിയോസിന്റെ ലേഖനത്തിലുണ്ട്. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നിലുള്ളതാകുന്ന, പിന്നെ അടുത്ത വാക്ക് എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ കൃപാവരം. അവിടെയും എംഫസിസ് ദൈവത്തിന്റെ കൃപാവരം. അപ്പൊ ദൈവമാണ്, God is the giver of spiritual gifts, and that too not for our personal gratification but for the common good. പൊതുവായ പ്രയോജനത്തിന്, നന്മയ്ക്കായിട്ട് ദൈവമാണ് തൻ്റെ കൃപാവരങ്ങളെ ദൈവസഭയിലുള്ളവർക്ക് നൽകുന്നത്. അതിൻ്റെ അവകാശം പൗലോസ് ഏറ്റെടുക്കുകയല്ല എന്നുള്ളത് അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പൗലോസ് പറയുന്നു, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അതിൻ്റെ 12ാമത്തെ വാക്യം ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വളരെ കൃത്യതയോടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദാറ്റ് യു ആൻഡ് ഐ മേ ബി മ്യൂച്വലി എൻകറേജ്ഡ് ബൈ ഈച്ച് അതേഴ്സ് ഫെയ്ത്ത്. നമ്മൾ അന്യോന്യം എൻകറേജ് ചെയ്യപ്പെടേണ്ട. അപ്പോൾ നിശ്ചയമായിട്ടും പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ ശുശ്രൂഷയിൽ ആത്മീകമാകുന്ന ആ സ്ഥിരീകരണം, ഉറപ്പ് അവിടെയുള്ള വിശുദ്ധന്മാർക്കുണ്ടാകുവാൻ
തനിക്കൊരു താല്പര്യമുണ്ട്. അവിടെയുള്ള വിശുദ്ധന്മാർക്ക് ആ സ്ഥിരീകരണം ഉണ്ടാകണമെന്ന് മാത്രമല്ല, ഈ വലിയ അപ്പോസ്തലൻ വളരെ വിനയത്തോടെ പറയുകയാണ്, നിങ്ങളാൽ എനിക്കും അനുഗ്രഹമുണ്ടാകണം. അപ്പോൾ അപ്പോസ്തലനാണെങ്കിൽ പോലും സ്തോത്രം താൻ സമ്മതിക്കുകയാണ്, സാധാരണ ഒരു വിശ്വാസി എന്ന്, ഇഫ് ഐ മേ യൂസ് ദാറ്റ് ടേം, സാധാരണ, അങ്ങനെ ഒരു പ്രയോഗമില്ല, സാധാരണ വിശ്വാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പോലും തനിക്കും ആത്മീകമാകുന്ന വർധനവുണ്ടാകും എന്ന് സമ്മതിക്കുവാനുള്ള ആ വിനയം ഈ അനുഗ്രഹീതനാകുന്ന ദൈവഭൃത്യന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇന്നത്തെ ഈ ഹൈറാർക്കിയൽ ആ അധികാര ശ്രേണി അനുസരിച്ചുള്ള ചിന്തയും അപ്പോസ്തലന്റെ ഈ വാക്കുകളും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന്റെ ഒരു ലക്ഷണമാണ് വിനയത്തോടെ, താഴ്മയോടെ മറ്റുള്ളവരും എൻ്റെ ആത്മീക വർധനവിനായി അവരുതകും എന്നുള്ളതാകുന്ന ആ ദൈവസന്നിധാനത്തിലുള്ള താഴ്മയും വിനയവും. അതിവിടെ പൗലോസ്ലീഹ പറയുന്നു. അത് തുടർന്ന് താൻ പറയുന്നു, അങ്ങനെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെയുള്ളതാകുന്ന വിശുദ്ധന്മാരോട് താന് വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ച് അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ മാത്രമല്ലായിരുന്നു തൻ്റെ വാഞ്ച. റോമിലേക്ക് താൻ കടന്നു ചെല്ലുമ്പോൾ താൻ ആ 13-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. എന്താണ് തന്നെ ഹിൻഡർ ചെയ്തതെന്നുള്ളത് താൻ പറയുന്നില്ല. എങ്കിൽ തന്നെയും താൻ പറയുകയാണ്, അവിടെ ഞാൻ കടന്നു വരുമ്പോൾ എനിക്കൊരു ഫ്രൂട്ട് ഉണ്ടാകണം, അല്ലെങ്കിൽ അവിടെയും വന്ന് എനിക്ക് സുവിശേഷം അറിയിക്കണം. ഞാൻ ജാതികളുടെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവിടെയും റോമിലും ഞാൻ കടന്നു വരുമ്പോൾ എനിക്കുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അവിടെയും ചിലര് രക്ഷിക്കപ്പെടണം. ഇതായിരുന്നു തൻ്റെ ആഗ്രഹം. എനിവേ, ഞാൻ അതിൽ കൂടുതലായി അവിടെ നിൽക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. അടുത്ത ഏതാനും ചില വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശദമായി തുടർന്നുള്ള മിനിറ്റുകൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ റോമിലുള്ള വിശുദ്ധന്മാരുമായിട്ട് താൻ ഒന്ന് കണക്ട് ചെയ്തിട്ട് അടുത്ത വാക്യങ്ങൾ വളരെ വളരെ പ്രാധാന്യത്തോടെ താൻ പറയുകയാണ്. അതിൻ്റെ 14 മുതൽ 17 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ സുവിശേഷീകരണത്തെ കുറിച്ചുള്ളതാകുന്ന ഒരു തൻ്റെ വ്യക്തമാകുന്ന ഒരു കാഴ്ചപ്പാട് പൗലോസ് അവിടെ നൽകുകയാണ്. സുവിശേഷീകരണം. ആ സുവിശേഷീകരണം എന്നുള്ളതാകുന്ന വിഷയത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 വാക്കുകൾ വളരെ എംഫസിസ് ആയിട്ട് താൻ അവിടെ പറയുന്നു. ആ വാക്കുകൾ ഇങ്ങനെയാണ്. 1, ഞാൻ കടക്കാരൻ ആയിരിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഐ ആം എ ഡെറ്റർ. അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. ഐ ആം ഈഗർ to preach the gospel to those who are in Rome. Number 1, I am a debtor to everybody. ഞാൻ കടക്കാരനാകുന്നു. 2, ഞാൻ കടക്കാരനാകൊണ്ട് ഞാൻ റോമിലും വരുമ്പോൾ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാൻ സുവിശേഷം അറിയിക്കണം. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ ലജ്ജിക്കുന്നില്ല. So number 1 is I am a debtor. Second, I am eager to preach the gospel. And third, I am not ashamed to speak or preach the gospel. ഞാൻ ലജ്ജിക്കുന്നില്ല. ഈ 3 കാര്യങ്ങൾ വളരെ
വ്യക്തതയോടെ പൗലോസ് അവിടെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ 14ഉം 15ഉം വാക്യങ്ങളുടെ അടിസ്ഥാനത്തില് ഈ സുവിശേഷം എന്നുള്ളത് ഒരു കടബാധ്യതയായിട്ട് പൗലോസ് കാണുന്നത്? പൗലോസിന്റെ ചിന്തയിൽ സുവിശേഷീകരണം എന്നുള്ളത് ഒരു ഓപ്ഷണൽ എക്സ്ട്രാ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് സുവിശേഷീകരണം എന്നുള്ളത് നമ്മൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതെ ഇരിക്കാം എന്ന നിലയിൽ തെരഞ്ഞെടുക്കുവാനുള്ള ഒരു കാര്യമായിട്ടല്ല പൗലോസിന്റെ കാഴ്ചപ്പാടിൽ സുവിശേഷീകരണം. പിന്നെയോ പൗലോസ് പറയുകയാണ്, സുവിശേഷീകരണം എന്നുള്ളത് നിശ്ചയമായിട്ടും വളരെ ഉത്സാഹത്തോടെ, ലജ്ജ കൂടാതെ, താല്പര്യത്തോടെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്ര ഉത്സാഹത്തോടെ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നത്? പൗലോസ് അതിന്റെ മറുപടിയാണ് അടുത്ത വാക്യത്തിൽ താൻ നൽകുന്നത്. ദയവായിട്ട് ആ 15ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ പ്ലീസ്? 15ാം വാക്യം. ഓക്കെ, അതിന്റെ 14ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചേ. നോക്കുക, പൗലോസ് പറയുകയാണ്, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഐ ആം എ ഡെറ്റർ ടു ഓൾ ദീസ് പീപ്പിൾ. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഉത്സാഹത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് സുവിശേഷം പ്രസംഗിപ്പാനായി വരുന്നത്? പൗലോസ് പറയുകയാണ്, അതിന്റെ കാരണം ഞാൻ എല്ലാവർക്കും കടക്കാരനായിരിക്കുകയാണ്. ഈ വാക്ക് എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്? കടക്കാരനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നിലയിൽ നമുക്കതിനെ വിശദീകരിക്കാനായിട്ട് കഴിയും. ഒന്ന്, നാം ആരോടെങ്കിലും ഒരു വലിയ എമൗണ്ട്, എമൗണ്ട് നാം വാങ്ങിയിട്ടുണ്ട്. നാം അങ്ങനെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതുവരെ ആ വ്യക്തിക്ക് നമ്മൾ ആരാ? കടക്കാരാ. എന്നാൽ മറ്റൊരു നിലയിൽ നമ്മൾ കടക്കാരായി തീരുവാൻ സാധ്യതയുണ്ട്. ആ വിഷയം എൻ്റെ ചിന്തയിലേക്ക് വന്നത് എൻ്റെ ഒരു ചെറിയ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പെട്ടെന്ന് വിശദീകരിക്കാം, മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ചില നാളുകൾക്ക് മുൻപ് ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സഭയിലെ 1-2 സഹോദരന്മാരെ അവരുടെ ഇൻകത്തിൽ നിന്നും ഇന്ത്യയിൽ വളരെ കാര്യമാകുന്ന ഒരു തുക എൻ്റെ കൈവശം ഏൽപ്പിച്ചു. 50,000 രൂപ വെച്ച് 2 സഹോദരന്മാർ 1,00,000 രൂപ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ആ സഹോദരന്മാർ എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് ഒത്തിരി പേരെ പരിചയമുണ്ടല്ലോ, ഈ പണം ഞങ്ങൾ സാമ്പത്തികമായിട്ട് ദുഃഖവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ ഇൻകത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റിവെച്ചതാ. ഞങ്ങൾക്ക് ഒത്തിരി പേരെ അറിയത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പാസ്റ്റർ ഈ തുക അതിന് അർഹരെന്ന് പാസ്റ്റർക്ക് തോന്നുന്നവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. 1,00,000 രൂപ എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ ഏകദേശം 2-3 മാസത്തോളം എടുത്തു ആ തുക മുഴുവൻ കൊടുത്തു തീർത്തിട്ട് ഇന്നവർക്കൊക്കെ കൊടുത്തു എന്നുള്ളതിൻ്റെ അക്കൗണ്ട് അവരെ തിരിച്ചേൽപ്പിക്കുവാൻ 2-3 മാസം എടുത്തു. അപ്പോൾ ഈ 2-3 മാസത്തെ എൻ്റെ ആ പൊസിഷൻ എന്ന് പറയുന്നത്, എൻ്റെ ആ നിലയെന്ന് പറയുന്നത്, ഞാൻ കടക്കാരനാ. ആർക്കാ ഞാൻ കടക്കാരനെന്നറിയാമോ? ആർക്ക് കൊടുക്കാനായിട്ട് ആ സഹോദരങ്ങൾ ആ തുക എന്നെ ഏൽപ്പിച്ചുവോ അത് ഞാൻ അവർക്ക് കൊടുത്ത് തീർക്കുവോളം ഞാൻ കടക്കാരനാണ്. ഈ ഒരർത്ഥത്തിലാണ് പൗലോസ് ഞാൻ ജ്ഞാനികൾക്കും ബർബരന്മാർക്കും ബുദ്ധിഹീനർക്കും എല്ലാവർക്കും ഞാൻ
കടക്കാരനാകുന്നെന്ന് പൗലോസ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, എന്തുകൊണ്ട് ആ സുവിശേഷം ഓപ്ഷണൽ അല്ലാത്തത്? ഓപ്ഷണൽ അല്ലാത്തതിൻ്റെ ഒരു കാര്യം, ഈ ട്രസ്റ്റ് ദൈവം നമ്മളെ ഏൽപ്പിച്ചേക്കുകയാ. അത് കൊടുത്ത് തീരുന്നത് വരെ നമ്മൾ ആരാന്നറിയാമോ? കടക്കാരാണ്. ഹല്ലേലൂയ. പൗലോസ് ഈ ഒരു ചിന്ത പല സന്ദർഭങ്ങളിലും തൻ്റെ ലേഖനങ്ങളിൽ താൻ വിശദീകരിക്കുന്നുണ്ട്. കൊരിന്ത്യരുടെ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഗൃഹവിചാരകത്വത്തെ കുറിച്ച് താൻ പറയുന്നു, സ്റ്റിവാർഡ്ഷിപ്പിനെ കുറിച്ച് പറയുന്നു. ഗലാത്യ ലേഖനത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട് 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ. 2 തെസ്സലോനിക്കർ 2:4 ഇതേ കാര്യം പൗലോസ് എടുത്തു പറയുന്നുണ്ട്. 1 തിമോഥെയോസ് 1:11, തീത്തോസിന്റെ ലേഖനം 1:3, മലയാളം വേദപുസ്തകത്തിൽ 1:1 വാക്യം. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കടത്തെക്കുറിച്ചല്ല ഒരു പക്ഷേ പൗലോസ് പറയുന്നതെങ്കിലും അവിടുത്തെ അടിസ്ഥാനപരമാകുന്ന ചിന്ത ഒന്ന് തന്നെയാ. കാരണം ദൈവം എന്നെ ഒരു ട്രസ്റ്റിയായിട്ട്, ഒരു സ്റ്റിവാർഡായിട്ട് ദൈവം എനിക്കൊരു സ്റ്റിവാർഡ്ഷിപ്പ് തന്നു, എനിക്കൊരു കാര്യസ്ഥത തന്നു. ആ കാര്യസ്ഥത എന്താ? 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. 1 നോക്കുക, ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? സുവിശേഷം ഭരമേൽപ്പിച്ചു. ഇത് തന്നെയാ പൗലോസ് ഞാൻ മുമ്പേ പറഞ്ഞ ആ വാക്യഭാഗങ്ങളിലെല്ലാം പറയുന്നത്. God has entrusted us with the gospel. ഞങ്ങളെ അത് ഭരമേൽപ്പിച്ചു. അങ്ങനെ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ എന്തായിരിക്കുന്നു? ഞങ്ങൾ കടക്കാരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നമ്മൾ പാർക്കുന്ന ഈ ദേശത്ത് പരസ്യമായിട്ട് നമുക്ക് ട്രാക്റ്റ് കൊടുക്കാനോ അങ്ങനെ ഒന്നും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. എങ്കിലും ഞാൻ വേറൊരു കാര്യം പറയാം. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് എന്നാണെന്നറിയാമോ? നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നടക്കണമെന്ന് പറയുന്നു. അപ്പൊ സുവിശേഷത്തിന് യോഗ്യമായ നിലയിലാണ് നമ്മുടെ പെരുമാറ്റമെങ്കിൽ നമ്മിലുള്ള വ്യത്യസ്തത എന്തെന്ന് മറ്റുള്ളവർ ആരായുമ്പോൾ ഒരു പക്ഷേ സുവിശേഷം പറയുവാൻ അത് നമുക്ക് അവസരമായി വരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും വി ഷുഡ് വാച്ച് ഹൗ വി ലിവ്. നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നതെന്നുള്ളത് നിശ്ചയമായിട്ട് നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കണം. അപ്പോൾ ഒന്നാമത് പൗലോസ് പറയുക, തൻ്റെ ആ ഈഗർനെസ്, താൻ ഒരുങ്ങിയിരിക്കുന്നു, താൻ ലജ്ജിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണമായി പൗലോസ് പറയുന്നു, എനിക്ക് അത് കടമ, അത് ഞാൻ കൊടുത്തു തീരുവോളം ഒരു വലിയ കടബാധ്യതയായി ശേഷിക്കുന്നു. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ കാരണം പൗലോസ് പറയുകയാണ്. 2-ാമത്തെ കാരണം നാം അവിടെ വായിക്കുന്നത് 16-ാം വാക്യം ദയവായിട്ടൊന്ന് വായിക്കാം. നോക്കുക, 2-ാമത് പൗലോസ് പറയുക, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് എടുത്തു പറയണമെങ്കിൽ ലജ്ജ തോന്നാനുള്ള പ്രലോഭനങ്ങൾ മനസ്സിലുണ്ട്. എൻ്റെ ഒപ്പം വരണേ. ഒരു കാര്യത്തെക്കുറിച്ച് താൻ എടുത്തു പറയുക, എനിക്ക് ഇന്നതിനെ കുറിച്ച് ലജ്ജയില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ
ലജ്ജ തോന്നാനുള്ള കാരണങ്ങൾ, അതിനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ലജ്ജയില്ലെന്ന് എടുത്തു പറയുന്നത്. ഞാനത് വിശദമാക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇതേ കാര്യം മുന്നറിയിപ്പായി പറഞ്ഞിരുന്നു. എടുത്തൊന്ന് വായിക്കാം ആ വേദഭാഗം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം എടുത്തൊന്ന് വായിക്കാമോ പെട്ടെന്ന്? ആരെങ്കിലും? മർക്കോസ് 38. നോക്കുക, ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ, അപ്പൊ നിശ്ചയമായിട്ടും നാണിക്കുവാൻ, അല്ലെങ്കിൽ അത് കൺഫസ് ചെയ്യുവാൻ, ഏറ്റുപറയുവാൻ, സുവിശേഷം അറിയിക്കുവാൻ ഉള്ളതാകുന്ന ആ ലജ്ജ ഹൃദയത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈ കാര്യം എടുത്തു പറയുന്നത്. പൗലോസ് എന്ന ഈ അനുഗ്രഹീതനാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താൻ പലപ്പോഴും സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളപ്പം തന്റെ അനുഭവത്തിൽ കൂടെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ലജ്ജിക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന നിലയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു നിമിഷം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, അവിടെ ഏഥൻസിൽ താൻ സുവിശേഷം പ്രസംഗിക്കുന്ന കാര്യം നാം വായിക്കുന്നുണ്ട്. ആ നഗരത്തിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ഹൃദയത്തിന് ചൂട് പിടിക്കുകയും അങ്ങനെ താൻ സുവിശേഷം അറിയിപ്പാനായിട്ട് അവിടെ കടന്നില്ല. അവിടെ ഭയങ്കര ജ്ഞാനികളെല്ലാം കൂടി വന്ന് സംഭാഷണം നടത്തുന്ന ഒരു യോഗം, അരയോഗപമധ്യേ താൻ നിന്നുകൊണ്ട് അവരോട് സംഭാഷിക്കാൻ തുടങ്ങി. അങ്ങനെ സംഭാഷിക്കാൻ തുടങ്ങിയപ്പം ചിലര് പറഞ്ഞു, ഈ വിടുവായൻ എന്നാ പറയാൻ പോകുന്നത് നോക്കണം. അങ്ങനെ തന്നെ പരിഹസിച്ചു. താഴോട്ട് നാം വരുമ്പോൾ ഒരു വളരെ വ്യക്തമാകുന്ന സുവിശേഷീകരണ ദൂത് താൻ നൽകി കഴിഞ്ഞപ്പോൾ അതിന്റെ താഴെയുള്ളതാകുന്ന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 32-ാമത്തെ വാക്യത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടപ്പോൾ ചിലരെന്ത് ചെയ്തു? പരിഹസിച്ചു. നോക്കണം, എന്നാ ഇവൻ പറയുന്നത്? മരിച്ചവര് ഉയർത്തെഴുന്നേൽക്കുന്നുവോ? നിങ്ങളെല്ലാവരും എന്റെ ഒപ്പം ചിന്തിക്കണം. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജ്ഞാനികളുടെ മുന്നിൽ നിന്നോണ്ട് പറയുമ്പം അവര് പറയുക, എന്നാ ഈ പറയുന്നത്? മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. അവര് പരിഹസിച്ചു. പൗലോസ് ശ്ലീഹ തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഒരു പക്ഷേ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാകാം, ഈ സാധ്യത കണ്ടുകൊണ്ടാണ് താൻ തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തിമത്തിയോസ് 1:8 12-ാം വാക്യത്തിലും ഇതേ കാര്യം പൗലോസ് പറയുന്നുണ്ട്. അതിന്റെ 2 തിമത്തിയോസ് 1-ാം അധ്യായം 8-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും താൻ പറയുന്നുണ്ട്. എടുത്തവർക്കൊന്ന് വായിക്കാം പെട്ടെന്ന്. നോക്കുക, do not be ashamed about the testimony of our Lord and about me. എന്നെ കുറിച്ചും നീ ലജ്ജിക്കരുത്. അവനോട് എടുത്തു പറയുക. 12-ാം വാക്യം. നോക്കുക, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ കാര്യം പൗലോസിന്റെ അനുഭവത്തിൽ പല സന്ദർഭങ്ങളിൽ തനിക്ക് പറയാൻ കഴിയും. ഏഥൻസിൽ നിന്ന് കൊരിന്തിലേക്ക് വരുമ്പോൾ കൊരിന്തിൽ താൻ വന്നതാകുന്ന വിഷയം
പിന്നീട് ലേഖനം എഴുതുമ്പോൾ താൻ അവരോട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ അതിന്റെ 5-ാം വാക്യത്തിൽ, ഇൻ വീക്ക്നെസ് ആൻഡ് ഫിയർ വിത്ത് മച്ച് ട്രംബ്ലിംഗ്, നിങ്ങളുടെ ഇടയിൽ ബലഹീനതയോടും ഭയത്തോടും വിറയലോടും കൂടെ ഞാൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഭയത്തോടും വിറയലോടും കൂടെ താൻ ആയിരുന്നത്? പൗലോസ് പറയുന്നുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്താണ്? ഭോഷത്വമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ താൻ അത് പറയുന്നു. ചിലർക്ക് ഇത് ഭോഷത്വം. നോക്കണം, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ഫിലോസഫിയൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയോട് സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിത്? ഭോഷത്വം. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 കൊരിന്ത്യർ 1:23 വരുമ്പോൾ, ചിലർക്കിതെന്താണ്? ഇടർച്ചക്കല്ല. ക്രൂശിന്റെ വചനം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്. ക്രൂശിക്കപ്പെട്ടവനാകുന്ന ഒരു മശീഹ. ഈ സന്ദേശമാണ് എല്ലായിടത്തും പോയി പറയേണ്ടത്. യഹൂദന്മാർക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തതാകുന്ന ഒരു വസ്തുതയാണ് മരിക്കുന്ന ഒരു മശീഹ. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മൾ പാർക്കുന്ന ഈ ദേശത്തുള്ള മതക്കാരുടെയും ചിന്തയതാ, അവരുടെ ഏറ്റവും വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ക്രോസ്. ഓഫ് കോഴ്സ് ത്രിയേകത്വവും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എനിവേ, ക്രൂശ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ഇത് ഭോഷത്വമാകൊണ്ട് ഇതിൽ വെള്ളം ചേർക്കുവാനുള്ള ടെംപ്റ്റേഷൻ എപ്പോഴും പൗലോസ് മുന്നിൽ കാണുകയാണ്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോഴും താൻ പറയുകയാണ്, നീ എന്നെക്കുറിച്ചും ലജ്ജിക്കേണ്ട, നമ്മുടെ കർത്താവിനെ കുറിച്ചും ലജ്ജിക്കേണ്ട. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. പ്രിയമുള്ളവരെ, സംശുദ്ധമാകുന്ന, പരമാർത്ഥമാകുന്ന, ലളിതമാകുന്ന ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാകുന്ന യേശുവിനെ പ്രസംഗിക്കുന്നതാണ് പരമാർത്ഥമായ സുവിശേഷം. ഈ സുവിശേഷം ഇത്ര ലളിതവും ഇത് പലർക്കും അപ്പീലിങ്ങും അല്ലാത്തത് കൊണ്ട് അന്ന് ജ്ഞാനികളുടെ മുൻപിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പറയുവാൻ അവർക്കൊരു പക്ഷേ അത് പറയാതിരിക്കാനുള്ള പ്രലോഭനമുണ്ടായതുപോലെ, ഇന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് അൺപോപ്പുലറായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതിന് പല അഡീഷൻസ് ഒക്കെ ചേർത്ത്, മാനുഷികമാകുന്ന ചിന്താഗതികൾ ചേർത്ത് അതിനെ ഒന്ന് അട്രാക്റ്റീവ് ആക്കുവാൻ അനേകര് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സുവിശേഷ യോഗങ്ങളെന്നായിരുന്നു പണ്ട് നോട്ടീസുകളെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, ഹീലിംഗ് ക്രൂസൈഡ് എന്ന. കാരണം മനുഷ്യനെ ഇങ്ങോട്ട് ആകർഷിക്കുവാനുള്ള ഗിമ്മിക്സ് ഉപയോഗിച്ചുകൊണ്ട്, ആളെ കൂട്ടിക്കൊണ്ട്, പിന്നെ പറയുന്നത് സത്യസുവിശേഷം അല്ല എന്നുള്ളത് നമുക്കറിയാം. എന്റെ പ്രിയരെ, സത്യസുവിശേഷം പ്രസംഗിക്കാതിരിക്കുവാനുള്ള ടെംപ്റ്റേഷൻ പണ്ടേ തുടങ്ങിയതാ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് ലജ്ജയില്ല. കാരണം അടുത്ത വാക്യത്തിൽ താൻ പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പ്രിയമുള്ളവരെ, അവിടെയാണ് പൗലോസ് ഈ സുവിശേഷത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്നത്. ആദ്യം താൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ലജ്ജ തോന്നുവാനുള്ള ടെംപ്റ്റേഷൻ ന്യായമായിട്ടുണ്ട്. എന്നാൽ ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കേണ്ട കാര്യം ഇല്ല. കാരണം വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ.
നാം നമ്മുടെ ജീവിതം തന്നെ ആദ്യം ഒന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ രക്ഷിച്ചതെങ്ങനെയാ? ഒത്തിരി മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി കാണും. ഒരുപക്ഷെ രോഗമോ ദുഃഖമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുഖാന്തരങ്ങളൊക്കെ ദൈവം അനുവദിച്ചു കാണും. എന്നാൽ അതൊന്നുമല്ല നാം രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നത്. നാം രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നത് ഈ ലളിതമാകുന്ന ആ സുവിശേഷമാണ്. ഇത് ലളിതമാണെങ്കിലും, ഇത് ഭോഷത്വമെന്ന് തോന്നിയാലും, ഇത് രക്ഷയ്ക്കു വേണ്ടി വിശ്വസിക്കുന്ന സകലർക്കും അവരുടെ ജീവിതത്തിൽ ദൈവശക്തിയാണ്. അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് നമ്മൾ ലജ്ജിക്കേണ്ട. പ്രിയമുള്ളവരെ, ഈ സുവിശേഷമാണ് നമ്മെ രക്ഷിച്ച് നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഓരോ ദിവസവും സുവിശേഷത്തിനനുസൃതമായി നമ്മെ വ്യത്യാസപ്പെടുത്തി, നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തി, ക്രിസ്തുവിനോട് നമ്മളെ അനുരൂപപ്പെടുത്തി, പഴയ കാലത്തുണ്ടായിരുന്നതാകുന്ന അജ്ഞാന കാലത്ത് നമ്മൾ അനുസരിച്ച് നടന്നതാകുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ അതിനോട് നോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ നമ്മളെ സഹായിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ലജ്ജിക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, ഇത് പൗലോസ് വളരെ വ്യക്തതയോടെ താൻ പറയുകയാണ്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഭാഗത്ത് തന്നെ താൻ ഒരു കാര്യം പറയുന്നുണ്ട്. വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ആദ്യം യഹൂദനും പിന്നെ യവനനും. എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്? നാം ഒരു കാര്യം മനസ്സിലാക്കണം. യഹൂദനായാലും യവനനായാലും ദൈവത്തിന് ഒരു രക്ഷാമാർഗമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. രക്ഷയ്ക്കായിട്ട് യേശുവിനെ പരസ്യമായിട്ട് ആ കാൽവറിയിൽ നിർത്തി. അവനെ അങ്ങനെ നിർത്തിയതിനാൽ ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിച്ചു എന്ന് പൗലോസ് പിന്നെ പറയുന്നുണ്ട്. അങ്ങനെ ക്രൂശിക്കപ്പെട്ടവനാകുന്ന യേശുവിന്റെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്ന യഹൂദനും യവനനും രക്ഷയ്ക്കായി ഇത് ദൈവശക്തിയാകുന്നത്. യഹൂദനെ കുറിച്ചും യവനനെ കുറിച്ചും പൗലോസ് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ കാര്യം പിന്നീട് നമ്മൾ കാണും, വിശദീകരിക്കും. എന്നാൽ അങ്ങനെ ഒരുപോലെ നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും, യഹൂദനാകട്ടെ യവനനാകട്ടെ, എല്ലാവരെയും ഒരേ നിലയിൽ രക്ഷയ്ക്കായിട്ട് ഇത് ദൈവശക്തിയാകുന്നു. പൗലോസ് ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ദൈവം അവരോട് ചെയ്തതാകുന്ന അവരുടെ തെരഞ്ഞെടുപ്പും ദൈവം അവരുമായി ചെയ്ത ഉടമ്പടിയും ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ടാണ് പൗലോസിന്റെ ശുശ്രൂഷയിൽ തന്നെ ആദ്യം നിങ്ങളോട് സംസാരിക്കേണ്ടത് ആവശ്യമായിരുന്നു, ഞങ്ങളിപ്പോൾ ജാതികളിലേക്ക് തിരിയുന്നു. അപ്പോൾ ആദ്യം യഹൂദന്മാരോട് സംസാരിച്ചു, പിന്നെ യവനന്മാരോട് താൻ സംസാരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ താൻ പറഞ്ഞ ശേഷം അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നത് എന്ന കാര്യം താൻ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്ന ഏവർക്കും ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നത്? സ്തോത്രം. 17-ാമത്തെ വാക്യത്തിൽ മലയാളം വേദപുസ്തകത്തില് ഒരു സംയോജിത പദം അവിടെ ട്രാൻസ്ലേഷനിലാകാം നഷ്ടപ്പെട്ടു പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം മറ്റ് ഭാഷാന്തരങ്ങളിലൊക്കെ ഉണ്ട്. അതിന്റെ ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിലും ആ സംയോജിത പദം കൺജങ്ഷൻ അവിടെ ഉണ്ട്.
നാം വായിക്കുന്നത് 17-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇങ്ങനെയാ: For in the gospel a righteousness from God is revealed. സ്തോത്രം. എന്തുകൊണ്ട് ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു? എന്തുകൊണ്ടെന്നാൽ അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും വെളിപ്പെടുന്നു. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പറഞ്ഞ ശേഷം പൗലോസ് ഹബക്കുക്ക് പ്രവചനത്തിൽ നിന്നും ഒരു ഉദ്ധരണി എടുത്ത് വിശ്വാസത്തിനായും വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. ഈ 17-ാമത്തെ വാക്യമാണ് വാസ്തവത്തിൽ റോമാലേഖനത്തിന്റെ കീ വേർഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത്. റോമാലേഖനത്തിലെ ബാക്കി വിശദീകരണങ്ങളെല്ലാം തന്നെ ഈ ഒരു ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പൗലോസ് ശ്ലീഹ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം അർത്ഥമാക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ സ്വഭാവത്തെ അത് കുറിക്കുന്നു. ദൈവം നീതിമാനാണ്. നീ നീതിയെ ഇഷ്ടപ്പെടുകയും പിന്നെ ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നു. അവന്റെ അധികാരത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയാണ് ദൈവം നീതിയുള്ളവനാണെന്നുള്ളത്. ഇനി അത് മാത്രമല്ല, ദൈവത്തിന്റെ നീതി അവിടുന്ന് എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം റോമാലേഖനത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. 1-2 വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുക. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ വളരെ പെട്ടെന്നൊന്ന് വായിക്കണം. റോമാലേഖനം യെസ് നോക്കുക, തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. അപ്പൊ ക്രൂശിക്കപ്പെട്ടവനാകുന്ന ക്രിസ്തു എന്നുള്ളത് ദൈവനീതിയുടെ പ്രദർശനമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയും കോംപ്രമൈസ് ചെയ്യാതെ, അത് സന്ധി ചെയ്യാതെ തന്നെ നീതി കെട്ടവരാകുന്ന, അഭക്തരാകുന്ന, പാപികളാകുന്ന, നഷ്ടപ്പെട്ടവരാകുന്ന, യോഗ്യതയില്ലാത്തവരാകുന്ന, അഭക്തരാകുന്ന നമ്മെ നീതീകരിക്കുവാനായിട്ട് തന്റെ പുത്രനെ ക്രൂശിൽ ബലിയാക്കി. അങ്ങനെ ക്രൂശിൽ സ്വന്തം പുത്രനെ ബലിയാക്കി ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മെ രക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയും അവന്റെ സ്വഭാവവും അതിനെ കോംപ്രമൈസ് ചെയ്യാതെ, അതിനെ സന്ധി ചെയ്യാതെ തന്നെ നീതിമാനായ ദൈവം ഈ സുവിശേഷത്തിൽ തന്റെ നീതി വെളിപ്പെടുത്തിയിരിക്കുകയാ. അങ്ങനെയെങ്കിൽ സ്വന്തം പുത്രനെ ബലിയായി കൊടുത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിച്ച ഈ സുവിശേഷം ശക്തിയുള്ളതാണ്. അത് വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ലജ്ജയില്ല. ഞാനത് പറയുവാൻ
ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ പ്രിയരെ, നമ്മുടെ മനസ്സിലും ഈ ചിന്തകളൊക്കെ കയറി വരുവാൻ സാധ്യതയുണ്ടെന്നാൽ ഒന്ന് മനസ്സിലാക്കൂ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർക്കണം. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ നീതിയാണ് ഈ സുവിശേഷത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പിന്നീട് നമ്മൾ ദൈവത്തിന്റെ വചനം, ഈ റോമാലേഖനം പഠിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പിന്നീട് ഞാൻ വിശദീകരിക്കുന്നതാണ്. ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം അടുത്ത ഭാഗത്തേക്ക് പൗലോസ് പ്രവേശിക്കുമ്പോൾ ആ കാര്യം കൂടെ ചുരുക്കമായിട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അടുത്ത ഭാഗമെന്ന് പറയും, ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തി, തന്റെ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു. 2, റോമിലുള്ളതാകുന്ന വിശുദ്ധന്മാരോടുള്ള തന്റെ ആ താല്പര്യത്തെക്കുറിച്ചും അവരെക്കുറിച്ച് താൻ ഓർക്കുന്നതിനെക്കുറിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. 3-ാമതായിട്ട് സുവിശേഷീകരണത്തെക്കുറിച്ച് താൻ പറഞ്ഞു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പ്രാരംഭമായിട്ട് പറഞ്ഞിട്ട് ഇനിയും 18-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വരെ വിശദമായിട്ട് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ കോപം സകല മനുഷ്യരുടെ മേലും അത് വെളിപ്പെട്ടു വന്നേക്കുന്നതിൻ്റെ ഒരു വളരെ ഗ്രാഫിക്കായിട്ടുള്ള ഒരു ചിത്രമാണ് താന് അവിടെ പെയിന്റ് ചെയ്യുന്നത്. നാം ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് ഇത്ര വിശദമായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഈ സുവിശേഷം ദൈവനീതിയാണെന്നും രക്ഷയ്ക്കായിട്ട് അത് ദൈവശക്തിയാണെന്നും ഒക്കെ പറയുമ്പോൾ ഈ സുവിശേഷം ആർക്കാണ് ആവശ്യമായിരിക്കുന്നത്? എന്താണ് സുവിശേഷം ഇത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കുന്നത്? അത് പറയുവാനായിട്ട് സകല മാനവ കുലത്തിൻ്റെയും ആ ഡാർക്കർ സൈഡ്, ആ ഇരുണ്ട വശത്തെ വളരെ വ്യക്തതയോടെ താൻ വിശദീകരിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞു, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തനിക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാകുമ്പോഴും അത് അംഗീകരിക്കുമ്പോൾ മാത്രമേ അവന് വേണ്ടതാകുന്ന ചികിത്സ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സുവിശേഷം ഒരു വ്യക്തിക്ക് ആവശ്യമാണോ അല്ലയോ എന്നുള്ളതാകുന്ന വിഷയം പൗലോസ് ഇവിടെ തുടർന്ന് വിശദീകരിക്കുകയാണ്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 ഭാഗമായിട്ട് മാനവ ജാതിയെ മുഴുവനായിട്ട് താന് വേർതിരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് സകല ജാതികളെ കുറിച്ചും താൻ പറയുന്നു. ദ ഡിപ്രൈവ്ഡ് ജെന്റൈൽ സൊസൈറ്റി, എല്ലാ ജാതികളെ കുറിച്ചും താൻ പറയുന്നു. രണ്ടാമത് ജാതികളിലും യഹൂദന്മാരിലുമുള്ള നല്ല മനുഷ്യരെ കുറിച്ച് പറയുന്നു. 2-ാം വാക്യത്തിൽ മാനുഷികമാകുന്ന നിലയിൽ നല്ല മനുഷ്യരെന്ന് പറയുവാൻ കഴിയുന്നവരെ കുറിച്ച് പൗലോസ് പറയുന്നു. അതിന്റെ ശേഷം യഹൂദന്മാരെ കുറിച്ച് മാത്രം താൻ വിശദീകരിക്കുന്നു. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് സകല മാനവ കുലത്തെയും വേർതിരിച്ചിട്ട് അവർക്കെതിരെയുള്ളതാകുന്ന കുറ്റാരോപണം തെളിവുകൾ സഹിതം നിരത്തിയ ശേഷമാണ് ഈ സുവിശേഷത്തിന്റെ ആവശ്യകതയെ കുറിച്ച് താൻ പറയുന്നത്. മറ്റു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ക്യാൻവാസിൽ വളരെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വളരെ സോബറായിട്ട് ഒരു കളർ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുമ്പോൾ എങ്ങനെയാ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടും സോബറായിട്ടുള്ള ആ പെയിന്റിങ്ങും എങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്യുന്നുവോ അതുപോലെ തന്നെ എത്രത്തോളം മാനവകുലം അധപ്പതിച്ചിരിക്കുന്നെന്ന് അവർ മനസ്സിലാക്കുമോ അത്രത്തോളം സുവിശേഷത്തിന്റെ മാഹാത്മ്യം അതിനെതിരെ വളരെ ശക്തിയോടെ പ്രശോഭിക്കും. എന്റെ പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ നല്ലവരാകാം,
നോക്കാം. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം. നല്ലവരാകാം, വലിയ പട്ടികയിൽ പറഞ്ഞ പാപം ഒന്നും ചെയ്തിട്ടുണ്ടാകുകയില്ല. പക്ഷെങ്കിൽ സ്റ്റിൽ വി ആർ ഇൻ നീഡ് ഓഫ് ദ സേവിംഗ് ഗ്രേസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകരുണാധിക്യ പ്രകാരം, അവന്റെ കൃപാധിക്യ പ്രകാരമുള്ള ആ രക്ഷ നമുക്ക് ഏവർക്കും ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് ഞാൻ മുൻപോട്ട് പറഞ്ഞ് ഒരു വിഷയം ഒന്ന് ടച്ച് ചെയ്ത് അതിനെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ്, ഞാൻ പറഞ്ഞല്ലോ, 3 നിലയിൽ ഈ 1:18 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 3 കാറ്റഗറിയിൽ മനുഷ്യകുലത്തെ മുഴുവൻ പെടുത്തിയ ശേഷം അവരുടെ കുറ്റാരോപണം താൻ നടത്തുകയാ, വളരെ തെളിവുകളോടുകൂടി. അങ്ങനെ താൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഈ 18 മുതൽ 32 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ആ വളരെ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വളരെ അധപ്പതിച്ച ജീവിത ശൈലിയുള്ള ജാതീയരെ കുറിച്ചാണ് ആദ്യം പൗലോസ് പറയുന്നത്. അധപ്പതിച്ച, മ്ലേച്ഛമാകുന്ന, ദുഷിച്ചതാകുന്ന ജീവിത അനുഭവങ്ങളുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന ഒരു സൊസൈറ്റിയെ കുറിച്ച് താൻ പറയുമ്പോൾ താൻ ഇവിടെ താൻ തുടങ്ങുന്നതാകുന്ന ആ വിഷയം ദയവായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 17-ാം വാക്യത്തിൽ താൻ പറഞ്ഞത് ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ മുകളിലുള്ള വാക്യങ്ങളിൽ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ കോപത്തെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഇനിയും അതിന്റെ ആ സീക്വൻസ് അനുസരിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 16-ാം വാക്യത്തില് 16 തൊട്ട് 20 വരെയുള്ളതാകുന്ന വാക്യങ്ങളില് ഒന്നാമതായിട്ട് 16-ാം വാക്യത്തില് ദൈവശക്തിയെ കുറിച്ച് പറയുന്നു. 17-ാം വാക്യത്തിൽ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പറയുന്നു. 18-ാം വാക്യത്തിൽ ദൈവത്തിന്റെ കോപത്തെ കുറിച്ച് പറയുന്നു. 19-ഉം 20-ഉം വാക്യങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച്, സൃഷ്ടിയിൽ വെളിപ്പെട്ടു വന്നതാകുന്ന ആ മഹത്വത്തെ കുറിച്ച് പറയുന്നു. ഈ 4 കാര്യങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒറിജിനൽ ഭാഷയിൽ, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് ലാംഗ്വേജിൽ ഇത് അന്യോന്യം ഘടിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഘടിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന നിലയിൽ ഞാൻ അത് പെട്ടെന്നൊന്ന് പറയാം. പൗലോസ് പറയുന്നു 16-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു, ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. നാം ചോദിക്കുന്നു, എന്തുകൊണ്ട് ലജ്ജിക്കുന്നില്ല? അതേ വാക്യത്തിൽ തന്നെ പൗലോസ് മറുപടി പറയുന്നു, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, അതെങ്ങനെയാണ് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നത്? പൗലോസിന്റെ മറുപടി, ആ സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പോൾ അടുത്ത ന്യായമായ ചോദ്യം, എന്തിനാ പൗലോസേ ഇത് പറയേണ്ടത്? വൈ ഇറ്റ് ഈസ് നെസസറി പോൾ? അതിന്റെ ഉത്തരമായിട്ട് പൗലോസ് പറയുന്നു, because the wrath of God is being revealed from heaven. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്തുകൊണ്ടാ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടു വന്നിരിക്കുന്നത്? അവർ അനീതി കൊണ്ട് സത്യത്തെ എന്ത് ചെയ്യുന്നു? തടുക്കുന്നു. അപ്പോൾ ന്യായമായ ചോദ്യം ചോദിക്കാം, എങ്ങനെയാണ് അവർ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നത്? അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദൈവ്യത്വവുമായി. അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ ദൈവത്തെ കുറിച്ചുള്ളതാകുന്ന വെളിപ്പാട് ലഭിച്ചിട്ടും അതിനെ അനുസരിക്കാതെ സത്യത്തെ
തടുക്കുന്നത് കൊണ്ട് ദൈവകോപം വരുന്നു. ദൈവകോപത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ദൈവശക്തിയിൽ, ദൈവത്തിന്റെ ആ വലിയ നീതിയിൽ ആശ്രയിക്കണം. ആ സുവിശേഷത്തിലേക്ക് വരണം. ആ സുവിശേഷം എന്ത് ചെയ്യുന്നു? ആ സുവിശേഷം നമ്മെ വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിക്കുന്നു. ഈ സന്ദേശമാണ് പൗലോസ് പറയുന്നത്. ഞാൻ അതിന്റെ ഓർഡറിൽ ഒന്നുകൂടെ പറയാം. അത് തിരിച്ച് അതിന്റെ തിയോളജിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് താഴെ നിന്ന് മുകളിലേക്ക് വരണം. ഒന്നാമതായിട്ട് അതിന്റെ 19ഉം 20ഉം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദൈവം തന്റെ മഹത്വം തന്റെ സൃഷ്ടിയിൽ, തന്റെ ദിവ്യ സ്വഭാവവും തന്റെ നിത്യശക്തിയും സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്റെ കോപത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 17ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്റെ നീതിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 16ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി വിശ്വസിക്കുന്ന ഏവരിലും വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. ഇതാണ് അതിന്റെ ഘടന. ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്തി താൻ പറയുക. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കോപത്തെ കുറിച്ച് ഒരു നിമിഷം ഞാനൊന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ കോപം ഇവിടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ താൻ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് ദൈവത്തിന്റെ കോപം? ഈ വിഷയങ്ങൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ A.W. പിങ്ക് എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യൻ അതിനെക്കുറിച്ച് എഴുതിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. താൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കൺകോർഡൻസ് എടുത്ത് വേദപുസ്തകത്തിൽ ദൈവകോപത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആ ക്രോധത്തെക്കുറിച്ചുമൊക്കെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ താൻ പറഞ്ഞത് ഇങ്ങനെയാ: ദൈവസ്നേഹത്തെക്കാളും ദൈവത്തിന്റെ കരുണയെക്കാളും കൂടുതൽ പ്രാവശ്യം ദൈവകോപത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവകോപം എന്ന വിഷയം വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവകോപമെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ സമയം മുൻപോട്ട് പോവുകയാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്കത് തുടർന്ന് ചിന്തിക്കാം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ കോപം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ മനുഷ്യന്റെ സ്വഭാവവുമായി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിന്റെ വിശേഷ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവകോപമെന്ന് പറയുമ്പം മനുഷ്യരാകുന്ന നമുക്ക് ആദ്യം മനസ്സിലാകുന്നത് കോപമെന്നുള്ളത് ഒരു നെഗറ്റീവ് ഇമോഷനായിട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. നമുക്കുള്ള കോപം, നിശ്ചയമായിട്ടും നമ്മുടെ കോപമൊക്കെ എന്ന് പറയുന്നത് റൈച്ചസ് ഇൻഡിഗ്നേഷൻ എന്നുള്ളത്, നീതിയുള്ള കോപം എന്നുള്ളത് വചനത്തിലുണ്ട്. എങ്കിൽ തന്നെയും 99% കൂടുതൽ നമ്മുടെ കോപമെല്ലാം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കോപം ഉണ്ടാകുന്നത്. അപ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ കോപവും ക്രോധവും എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ആ നിലയിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. യേശു ആ കോപത്തെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് കുലപാതകത്തിന് സമമായിട്ടാ പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവകോപമെന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. 18ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് എൻഫീൽഡ് എന്നുള്ളതാകുന്ന ആ ചെറിയ വില്ലേജിൽ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ജൊനാഥാൻ എഡ്വേർഡ്സ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്, സിന്നേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗാഡ്. കോപിഷ്ഠനാകുന്ന ദൈവത്തിന്റെ കയ്യിൽ അകപ്പെടുന്ന പാപികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു.
ഈ ഒരു പ്രസംഗമാണ് ദ ഗ്രേറ്റ് അവേക്കനിങ് എന്ന് അമേരിക്കയുടെ ആത്മീക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സംഭവത്തിലേക്ക് വഴി തെളിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവകോപത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ദൈവകോപം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നിസ്സാരമായി നമ്മുടെ ചിന്തയിൽ നാം കരുതേണ്ട ഒന്നല്ല എന്നുള്ളത് ഗ്രഹിക്കണം. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ നമ്മൾ വിശദമായിട്ട് ചിന്തിക്കും. എന്നാൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ ഒന്ന് അടയ്ക്കണം. സ്തോത്രം. വരുവാനുള്ള കോപത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മെ കുറിച്ച് പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, അഭക്തരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നിരന്ന ശേഷം നാം എത്രയധികം കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും എന്ന് വചനത്തിൽ പറയുന്നു. എന്നാൽ ദൈവക്രോധം മുഴുവൻ സ്വയമായി തന്നിലേക്ക് ഏറ്റെടുക്കുവാൻ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് കൊണ്ടാണ് ആ കോപത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിന്റെ മഹാകൃപയാൽ ഒഴിവുള്ളവരായിരിക്കുന്നത്. ആകയാൽ ഹല്ലേലൂയ, ദൈവ കോപത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുമ്പോൾ തന്നെ വരുവാനുള്ള ആ മഹാകോപത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. ഈ രാത്രി സമയം നമ്മൾ കേട്ടതാകുന്ന തിരുവചനത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സുവിശേഷത്തെക്കുറിച്ച് നാം ലജ്ജിക്കാതെ അത് രക്ഷയ്ക്കായി ദൈവത്തിന്റെ ദൈവശക്തിയാകുന്നല്ലോ എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് എന്തിന്റെ വെളിച്ചത്തിലാണ് താൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദൈവകോപം വെളിപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രി സമയം ദൈവസന്നിധാനത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ.